ആലപ്പുഴ ചേർത്തലയിലെ ഐഷ തിരോധാന കേസിലെ പ്രതി സെബാസ്റ്റ്യന്റെ പെൺസുഹൃത്ത് റോസമ്മയെ സംശയനിഴലിൽ നിർത്തി പുതിയ വെളിപ്പെടുത്തൽ വന്നിരിക്കുകയാണ്. ഐഷ തിരോധാനവുമായി ബന്ധപ്പെട്ട് റോസമ്മ പറയുന്നതെല്ലാം കള്ളമാണെന്ന് കുടുംബവുമായി അടുത്ത ബന്ധമുള്ള നൌഷാദ് ന്യൂസ് 18നോട് തുറന്നു പറഞ്ഞു. ഐഷയ്ക്ക് സ്ഥലം വാങ്ങി നൽകിയതും തിരോധാന ശേഷം സ്ഥലം വിറ്റതും റോസമ്മ ഇടനില നിന്നാണ്. റോസമ്മയുടെ വീട്ടിൽ 2023 വരെ സെബാസ്റ്റ്യന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഒറ്റയ്ക്കാണ് താമസിക്കുന്നതെന്ന് റോസമ്മ മാധ്യമങ്ങളോട് പറഞ്ഞത് നുണയാണ്. ജൂലി എന്ന യുവതിയും മകനും ആ വീട്ടിൽ ഉണ്ടായിരുന്നുവെന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് നൌഷാദ്. ജൂലി ജീവനോടെ ഉണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ നൌഷാദ് നടത്തിയിരിക്കുന്നത്. ശരണ്യ സ്റ്റേജന്റെ ബ്രേക്കിംഗ് ന്യൂസ്. പള്ളിപ്പുറത്ത് സെബാസ്റ്റ്യന്റെ പുരയിടത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി ദുരൂഹതകളാണ് നിലനിൽക്കുന്നത്. അതിനിടയിൽ ചില നിർണായക വിവരങ്ങൾ കൂടി ന്യൂസ് 18 പങ്കുവെക്കുകയാണ്. നമ്മളോടൊപ്പം ഉള്ളത് ശാസ്താംകവല സ്വദേശിയായ നൌഷാദാണ്. നൌഷാദിന് സെബാസ്റ്റ്യൻ ഒപ്പം തന്നെ റോസമ്മ ഇവരെ സംബന്ധിച്ച് നിരവധി കാര്യങ്ങൾ അറിയാം എന്നുള്ളതാണ്. നൌഷാദ്, വലിയ ദുരൂഹതകളുണ്ട് ഈ റോസമ്മയുമായി ബന്ധപ്പെട്ടും സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട്. റോസം പറയുന്നതെല്ലാം ശരിയാണോ? മാധ്യമങ്ങളോടക്കം റോസമ്മ പറയുന്ന ഒരു 100-90% കാര്യങ്ങളും വാസ്തവവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് റോസമ്മ പറയാറുള്ളത്. റോസമ്മ ആദ്യമേ സെബാസ്റ്റ്യനെ അറിയില്ല എന്ന് പറഞ്ഞു, വരാറില്ല എന്ന് പറഞ്ഞു. ഐഷയാണ് ഈ സെബാസ്റ്റ്യനെ റോസമ്മക്ക് പരിചയപ്പെടുത്തി കൊടുത്തതെന്ന് പറഞ്ഞു. ഐഷേനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അവർക്ക് അങ്ങനെ വരാറുണ്ടായിരുന്ന ആളാണ്. എൻ്റെ വീട്ടിൽ സ്ഥിരം വന്നുകൊണ്ടിരുന്ന ആളാണ്. നമ്മുടെ വീടുമായിട്ട് അടുത്ത ബന്ധമുണ്ടായിരുന്നതാണ്. ഈ ഐഷാനെ കാണാതായതിനു ശേഷം റോസമ്മ ആദ്യം പറയുന്നത് പോലെ ആദ്യത്തെ 2-3 ദിവസമൊന്നും അന്വേഷണമൊന്നും ഇല്ലായിരുന്നു. ആങ്ങളുടെ വീട്ടിലാണ് ഐഷ താമസിച്ചുകൊണ്ടിരുന്നത് കുറച്ചു കാലം. ആ ഇടക്കാലം കൊണ്ട് അവരുടെ ഫാമിലിയിൽ ചെറിയ എന്തോ ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആദ്യമേ ഇവർ റോസമ്മ വന്ന് പറഞ്ഞത് കൊണ്ടിട്ടാണ് ഇവർ അധികം ഗവനിക്കാതിരുന്നത്. നമ്മുടെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ഈ ആങ്ങളയുടെ വീട്ടുകാരാണ് ആദ്യം മകനെ വിവരം അറിയിക്കുന്നത്. അതിനുശേഷമാണ് റോസമ്മ അറിയിക്കുന്നതും മകനാണ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാനായിട്ട് ഐഷാനെ കാണുന്നില്ല എന്നും പറഞ്ഞു പോകുന്നത്. ഇതിനകത്ത് രണ്ടാമതൊരു കാര്യമുള്ളത്, ഐഷ മേടിച്ചിരിക്കുന്ന ഈ വസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഷയുടെ പേരിലല്ലായിരുന്നു. മൂത്ത മകൻ മജീദ് എന്ന് പറയുന്ന ആളുടെ പേരിലായിരുന്നു. അന്വേഷണ സംഘത്തിന് മജീദിൻ്റെ നമ്പറെല്ലാം നമ്മൾ തന്നെയാണ് സംഘടിപ്പിച്ച് കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ മകൻ്റെ പേരിൽ കിടന്നേച്ച വസ്തു അതിൻ്റെ ആദ്യത്തെ ഇടനിലക്കാരനെന്ന് പറയുന്നതും ഈ റോസമ്മ തന്നെയായിരുന്നു. റോസമ്മയുടെ പുരയിടത്തിനോട് ചേർന്നാണ് ഈ വസ്തുവും കിടന്നേച്ചത്. അതിനുശേഷം ഈ ഐഷ വാങ്ങിയ പുരയിടം നമ്മളോട് പറയുന്നത് ഐഷ വഴിയിൽ കൂടി പോയി കണ്ടുള്ള പരിചയത്തിന്റെ പുറത്ത് പിന്നീട് സൗഹൃദമായെന്നാ. പക്ഷെ ഐഷയ്ക്ക് അവിടെ പുരയിടം വാങ്ങുന്നതിന് ആദ്യ ഇടനിലക്കാരി റോസമ്മയായിരുന്നു ആദ്യം ഇടനില നിന്നയിച്ചത്. പിന്നെ ഐഷ എന്നല്ല, ഇവരെ ഒരു മനുഷ്യനെയും അതിലൂടെ വഴി നടത്താൻ സമ്മതിക്കുന്നില്ലായിരുന്നു. സെബാസ്റ്റ്യൻ അവിടുത്തെ ഒരു സ്ഥിര സാന്നിധ്യമായിരുന്നു. സെബാസ്റ്റ്യൻ കൃത്യമായിട്ട് അവിടെ സെബാസ്റ്റ്യൻ വരുമായിരുന്നു. സെബാസ്റ്റ്യനെ കുറിച്ചൊക്കെ ഏറ്റവും കൂടുതൽ അറിയാവുന്നതും റോസമ്മേനെ പോലെ തന്നെ ആ വീട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അറിയാവുന്ന ജൂലി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ആ വീട്ടിൽ. എൻ്റെ ഓർമ്മ ശരിയാണ്, 8ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ പോളി ഫാമിലി സ്കൂളിൽ പഠിക്കുന്ന ഒരു മകനും ഉണ്ടായിരുന്നു അവിടെ. എപ്പോഴാണ് ഈ വരുന്നത്? അതായത് ഈ ഐഷയുടെ തിരോധാനമൊക്കെ നടക്കുന്ന സമയത്താണോ ജൂലി അവിടെ ഉള്ളത്? ഐഷയുടെ തിരോധാന സമയത്ത് മുതൽ ജൂലി അവിടെ ഉണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും ഒരു 2 വർഷങ്ങൾക്ക് ഇപ്പുറമായിട്ട് ജൂലി എന്ന ഒരു പെണ്ണിനെ കുറിച്ച് വേറെ അവിടെ ആർക്കും ഒന്നും അറിയത്തില്ല. അവർ സത്യത്തിൽ യഥാർത്ഥത്തിൽ ആ ദുരൂഹതയും കൂടി മാറേണ്ടതാണ്. റോസമ്മ പോലും ഒരു ചാനലിലോ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരോടോ അവരുടെ വീട്ടിൽ അങ്ങനെ ഒരു ആൾ താമസിച്ചിട്ടുണ്ടായിട്ട് പറയുന്നില്ല. അവിടുത്തെ നാട്ടുകാർക്ക് മൊത്തം അറിയാവുന്നതാണ്. ആ സമയങ്ങളിൽ ഇടയ്ക്ക് അവിടെ വന്ന് താമസിക്കുന്ന ഒരാൾ ജൂലിയുടെ ഹസ്ബൻഡാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് വെച്ചാൽ നമ്മളാരും ഇവരെ നേരിട്ട് ഇന്നേവരെ കണ്ടിട്ടില്ല. ജൂലിയെ നമ്മൾക്കറിയാവുന്നതാണ്. അതിൻ്റെ ഇടക്കാണെന്നുണ്ടെങ്കിലും ജൂലി ആകെ പള്ളിയിൽ പോവുക, തിരിച്ചു വരിക. അപ്പോഴൊരു മാനസിക നില തെറ്റിയ രൂപത്തിലാണ് ഈ ജൂലിയുടെ നടപ്പും കാര്യങ്ങളും എല്ലാം. പലപ്പോഴും റോസമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട് കുറച്ച് മെന്റൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആളാണെന്നൊക്കെ റോസമ്മ തന്നെ പറഞ്ഞിട്ടുള്ള അറിവ് തന്നെയാണ്. പിന്നെ ഒരു സുപ്രഭാതത്തിൽ ജൂലിനെ കാണാനില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു പ്രാവശ്യം അന്വേഷിച്ചപ്പോഴത്തേക്കും റോസമ്മ പറഞ്ഞത് ജൂലി എൻ്റെ സ്വത്ത് മൊത്തം ചോദിച്ചു, അങ്ങനെ വഴക്കിട്ട് ജൂലി ഇവിടുന്ന് പോയതാണ്. ജൂലി സ്വന്തം ഭർത്താവിൻ്റെ അടുക്കലേക്ക് തിരിച്ചു പോയി സ്വത്ത് മൊത്തം ചോദിച്ചു എന്നാണ് പറയുന്നത്. 2023 ആ സമയം വരെ ഏകദേശം ജൂലി ആ വീട്ടിലുണ്ടായിരുന്നു. ജൂലിയുടെ മകനും അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഒരു സുപ്രഭാതത്തിൽ ഐഷയുള്ള സമയത്ത് ജൂലി ഉണ്ടോ? അത് കഴിഞ്ഞാണോ വരുന്നത്? അതിനുശേഷമാണ് ജൂലി. കുറേ കാലം കൊണ്ട് ജൂലി എന്ന് പറയുന്ന ഒരാൾ അവിടെ താമസം ഉണ്ടെന്ന് പോലും ആർക്കും അറിയത്തില്ലായിരുന്നു. പിന്നെ ഇടക്കാലം കൊണ്ടിട്ടാണ് ജൂലി ജസ്റ്റ് ഒന്ന് പുറത്ത് ആ പറമ്പിലും കാര്യങ്ങളിലുമായിട്ടൊക്കെ നടക്കാനും പിടിക്കാനും തുടങ്ങിയത്. പിന്നെ ഒരു പ്രാവശ്യം റോസമ്മ പറഞ്ഞൊരറിവാണ്, ഈ കുഞ്ഞ് വന്ന് ജൂലി രാവിലെ പോയി
കൊച്ചു സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം അമ്മേഡിക്കലേക്ക് പോകാനായിട്ട് ഇലക്ട്രിക് സ്കൂട്ടർ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ സ്കൂട്ടർ കൊടുത്തില്ല. എത്രാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയായിരുന്നു? ഒരു 8-ലോ 9-ലോ ആണെന്ന് എനിക്ക് തോന്നുന്നു. ആൺകുട്ടിയാണ്. അപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടർ ചോദിച്ചു, കൊടുത്തില്ല. അത് മോഷ്ടിച്ചുകൊണ്ട് പോകാനായിരിക്കും ചിലപ്പോൾ ചോദിച്ചതെന്നൊക്കെ പറഞ്ഞ് ഒരു ഇതുണ്ടായിരുന്നു. വീട്ടിൽ താമസിക്കുന്നവരെ കുറിച്ചാണ് റോസമ്മ ഇങ്ങനെ പറയുന്നത്, മോഷ്ടിച്ചുകൊണ്ട് പോകാൻ. അതങ്ങനെ അവർ പരസ്പര വിരുദ്ധമായിട്ട് പലരെയും കുറിച്ച് പലതും പറയും ഇവർ. അങ്ങനെയാണ് നാട്ടുകാർ ഇവരുമായിട്ട് ഒരു സഹകരണമില്ലാത്തത്. പിന്നെ ഈ സെബാസ്റ്റ്യനെ കുറിച്ച് വളരെ മോശമായി പറയുമ്പോഴും സെബാസ്റ്റ്യന്റെ ഏറ്റവും അടുത്ത ആളായിരുന്നു. ഐഷാക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് റോസമ്മക്ക് വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഈ ജൂലി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇപ്പോൾ സത്യത്തിൽ ജീവനോടെ ഉണ്ടോ എന്ന് പോലും അറിയാൻ പാടില്ലാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. സെബാസ്റ്റ്യൻ വരുമ്പോഴും സെബാസ്റ്റ്യൻ അവിടെ വന്നതും ആയിട്ട് ബന്ധപ്പെട്ട് എല്ലാം ആ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന ജൂലിക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഏറെക്കുറെ ജൂലിനെ ഇവർ ഈ ഫ്രെയിമിൽ നിന്ന് തന്നെ. ജൂലിക്ക് എന്തെങ്കിലും സംഭവിച്ചായിരിക്കും നിങ്ങൾ കരുതുന്നുണ്ടോ? ഇത്രയും കൂട്ടത്തിലുള്ള നമുക്ക് അതിനകത്തുള്ള ഏറ്റവും വലിയ ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐഷാനെ കാണാതായിട്ട് പോലും ഇവർ ഇത്രയും ടെൻഷൻ അടിച്ച് അവരെ വിളിച്ചു പറഞ്ഞു, ഇവരെ വിളിച്ചു പറഞ്ഞു എന്നെല്ലാം പറയുന്നവർ ഈ ജൂലിനെ കുറിച്ച് ഒരു വാക്ക് പോലും അവർ പിന്നെ മിണ്ടുന്നില്ല. എവിടെ പോയി എത്ര വഴക്കിട്ടാണേലും ഒരു വീട്ടിൽ താമസിച്ചത്. ഞങ്ങളോട് പറഞ്ഞിരുന്നത് ജൂലി ഇവരുടെ സ്വന്തം ആങ്ങളയുടെ മോളാണെന്നൊക്കെയാണ് ആദ്യമേ പറഞ്ഞു വെച്ചത്. ഈ സ്വന്തം ആങ്ങളയുടെ മോളോട് ഈ സ്വത്തിന്റെ പേര് പറഞ്ഞാൽ മകനെ കള്ളനാക്കുന്ന ഒരവസ്ഥയൊന്നും ഒരിക്കലും ആരും കൊണ്ടുവരത്തില്ലല്ലോ. ഈ സെബാസ്റ്റ്യൻ അവിടെ വന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആ വീട്ടിൽ നടന്ന കാര്യങ്ങളും ഈ റോസമ്മയുടെ സാമ്പത്തിക ഇടപാടുമായിട്ട് ബന്ധപ്പെട്ടതും എല്ലാ കാര്യങ്ങളും ജൂലിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. ജൂലി സത്യം പറഞ്ഞാൽ ഇപ്പോൾ ജൂലിയും ഇതുപോലെ തന്നെ ഒരു ദുരൂഹതയായിട്ട് തുടങ്ങിയാണ്. ജൂലി ജീവനോടെ ഉണ്ടെങ്കിൽ റോസമ്മയ്ക്ക് ജൂലിയുടെ കോൺടാക്ട് നമ്പർ ഉണ്ടാവുമല്ലോ. സെബാസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും റോസമ്മക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. റോസമ്മ അറിയാതെ ഒന്നും. അതുപോലെ തന്നെ ഈ ഐഷാക്ക് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നും യഥാർത്ഥത്തിൽ അറിയാവുന്നത് ഈ റോസമ്മക്ക് തന്നെയാണ്. റോസമ്മ ബാക്കി അതെല്ലാം കണ്ണിൽ പൊടിയിടാനായിട്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത് മാത്രമേ ഉള്ളൂ. അതാണ് വളരെ നിർണായകമായ വിവരങ്ങളാണ് നൗഷാദ് നമ്മളോട് പങ്കുവച്ചിട്ടുള്ളത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതുവരെ നമ്മൾ ആരും കേൾക്കാത്തൊരു കഥാപാത്രം അതിനകത്തേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. അത് ജൂലി എന്ന സ്ത്രീയാണ്. ഇവർ പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ തികച്ചും അസ്വാഭാവികത ജൂലിയുടെ മകനുമായി ബന്ധപ്പെട്ട് റോസമ്മയുമായി ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്നു എന്നുള്ളതാണ്. ആ സ്ത്രീ ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അത് സംബന്ധിച്ച ദുരൂഹതകളും പോലീസ് അന്വേഷിക്കണമെന്നാണ് ഇദ്ദേഹം നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഒപ്പം തന്നെ നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഇടനിലത്ത് ഐഷയെ സഹായിക്കുന്ന, ഐഷയോട് വളരെയധികം സ്നേഹം പുലർത്തിയിരുന്ന ഒരാളെന്ന് പറയുന്ന റോസമ്മ അല്ല ഈ നൗഷാദിന്റെ വാക്കുകളിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. നേരത്തെ ന്യൂസ് 18 സൂചിപ്പിച്ചതുപോലെ തന്നെ റോസമ്മയുടെ വരികൾക്കിടയിൽ ഒരുപാട് ദുരൂഹതകൾ ഒളിഞ്ഞുകിടക്കുന്നു. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.